Okay, so good evening all. We'll start the session. Okay, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലെ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോജിക്കൽ റീസണിങ് എന്നുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ടോപ്പിക് ആയിരുന്നു. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക്കലി സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഇന്നലെ നമ്മൾ പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക്ക്, അതിലെ ലോജിക്കൽ റീസണിങ്ങിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10 ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, സംഭവങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി അല്ലെ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വി ഹാവ് എ സിഗ്നിഫിക്കന്റ് ടോപ്പിക് ആസ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള ആ രണ്ട് ടോപ്പിക്കിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മിനി കോഴ്സിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോകണം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് ഇഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ വി ആർ നോട്ട് ടേക്കിംഗ് എനി ടൈം. വി ആർ ഡയറക്ട്ലി ഗോയിങ് ടു ദി സെഷൻ. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ടും ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാല് കൺസെപ്ച്വലി ഒരുപാട് മനസ്സിലാക്കേണ്ട കേസൊന്നും നിങ്ങൾക്കില്ല. പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് ഫാക്ച്വൽ ആസ്പെക്റ്റ് ആണ്. സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാവുന്നതാണ്, സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമുക്ക് വരുന്നത്. അപ്പം ഇതും വളരെ വലിയ, അതായത് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുന്ന കുറച്ച് വലിയ ടോപ്പിക്കുകളാണ്. നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് സിലബസിൽ വരുന്നത് എന്നുള്ളതും, നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ക്ലാസ് എടുക്കാനുള്ള സമയമില്ല. പക്ഷെ എന്താണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ 6 ടോപ്പിക്കാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് നമുക്കുള്ളത്. ഓക്കെ, 6 ടോപ്പിക്കാണ് സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, evolution of higher learning and research in post-independent India, Oriental conventional and non-conventional learning, professional, technical and skill-based education, value education and environmental education, policies, governance and administration. ഓക്കെ, ഈ 6 ടോപ്പിക്കാണ് സിലബസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, സിലബസിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇതിലേതാ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയാണ്, ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും അസസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ ദ പ്രീവിയസ് എക്സാംസ് ട്ടോ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഈ എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ള ടോപ്പിക് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ചോദിക്കാറുണ്ട്. പിന്നെ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഈ 3 ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ടും നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 ടോപ്പിക്കിൽ നിന്നാണ്. ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമ്മള് ഈ ഒരു 3 ടോപ്പിക് ഉണ്ടല്ലോ, എവല്യൂഷൻ, ഓറിയന്റൽ കൺവെൻഷണൽ വാല്യൂ, ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. മേ ബി അടുത്ത ടൈമൊക്കെ ചോദിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഓരോരോ ടോപ്പിക്കും എന്താണ് എന്നുള്ളതും ഈ ടോപ്പിക്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തേത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇൻ ദ സെൻസ് നമ്മള് ലോജിക്കൽ റീസണിങ്ങിലൊക്കെ പറഞ്ഞ പോലെ അധികം ആളുകൾ പഠിക്കാത്ത,
ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ പഠിക്കാത്ത ഒരു ടോപ്പിക്കുള്ള ഒന്നാണ് ആദ്യത്തെ ടോപ്പിക് എന്നുള്ളത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ളത്. അതായത് പ്രാചീന കാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഡാറ്റാസ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ഫാക്ച്വൽ ഡാറ്റാസ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടോപ്പിക് എന്നുള്ളത്. ഇതിൽ ശരിക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്തൊക്കെയാണ് സാധാരണ മുമ്പുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾ നോർമലി പഠിക്കേണ്ടത് എന്നുള്ളതും വെച്ചാൽ, ഒന്ന്, ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കും. ഉപനയന, സമ്മേളൻ, പരിഷത്ത്, ചിന്തൻ, ഗുരുകുല, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കോൺസെപ്റ്റുകൾ ഉണ്ട്. അതിൽ ഉപനയന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ദ സ്റ്റാർട്ടിങ് സെറിമണിയാണ്. നമ്മൾ ഫ്രഷേഴ്സ് ഡേ, പ്രവേശനോത്സവം എന്നൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഉപനയന, പരിഷത്ത്, സമ്മേളൻസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട്. നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അതിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിക്കലി ഒരു വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് തന്നെ പറയാൻ പറ്റും. വേദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. ഡെഫിനറ്റ്ലി ബുദ്ധിസവും ചൈനീസും വരുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള വേദാസ്, ഓരോരോ വേദാസിലും പ്രധാനമായിട്ടും എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു ബേസിക് നോളജ്. ഡീറ്റെയിൽ ആയിട്ട് വേദങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു ബേസിക് നോളജ് ആണ് ഒന്ന്. പക്ഷെ അതിലേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതും ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതല്ല, മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ 3-4 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വി ഹാവ് ദി തക്ഷശില, വി ഹാവ് നളന്ദ, വി ഹാവ് വിക്രംശില, ഓക്കെ, വി ഹാവ് മിഥില, വി ഹാവ് ഒദന്തപുരി, വലബി, ജഗദാല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ പറയുന്നത്. അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, ഒന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട പ്രശസ്തമായിട്ടുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഓർ സ്റ്റുഡൻസ്. ഉദാഹരണമായിട്ട് നമ്മൾ തക്ഷശില യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ നളന്ദയെയും ചരകനെയും പാനിയെയും പല ആളുകളെയും വിഷ്ണു ശർമ്മനെയൊക്കെ നമ്മൾ പറയാം. അപ്പം അതുപോലെ തന്നെ അധീശൻ, ഡിഫറെന്റ്, അതായത് ഓരോരോ യൂണിവേഴ്സിറ്റികളിലും പ്രധാനപ്പെട്ട അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നളന്ദ അവിടെ തക്ഷശില അവിടെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളേഴ്സ് അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടീച്ചേഴ്സ് പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ മനസ്സിലാക്കാം. ബേസിക്കലി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോലും അവർ ചോദിച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് പോലും ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദി വിമൻ സ്കോളേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കാലഘട്ടങ്ങളിലെ വിമൻസ് ആയിട്ടുള്ള, സ്ത്രീകളായിട്ടുള്ള എന്നുള്ളത് പോലും, അതായത് ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പോലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് നന്നായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതാണ് ഉണ്ടാവുക, സ്കോളേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ്. രണ്ടാമത്തത് അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ട്രാവലേഴ്സ്. നമുക്ക് പല ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത് ഇറ്റ്സ് ഫ്രം ഫേമസ് ആയിട്ടുള്ള, അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ട്രാവലേഴ്സിന്റെ നോട്ടിൽ നിന്നാണ്. അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ട്രാവലേഴ്സിന്റെ നോട്ടിൽ നിന്നാണ്. വെദർ ഇറ്റ്സ് ഫാഹിയാൻ, ഹുയാൻസാങ്, ഐസിങ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാവലേഴ്സിന്റെ പുസ്തകങ്ങളിൽ നിന്നാണ്, ട്രാവലേഴ്സിന്റെ അക്കൗണ്ടുകളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാവലേഴ്സ് അവർ വിസിറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട്. രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. രണ്ടാമതായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മൂന്നാമതായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഓരോരോ യൂണിവേഴ്സിറ്റിയും ഒരു പ്രിഫറൻസ് കൊടുത്തിരുന്ന, ഒരു പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു.
ഓരോരോ യൂണിവേഴ്സിറ്റിയും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അത് മേ ബി ബുദ്ധിസ്റ്റ് സിസ്റ്റം ആവാം, ജൈനിസം ആവാം, സെക്യുലർ ആവാം, ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആവാം, നവ്യന്യായ ആവാം, തർക്കശാസ്ത്രയാവാം, ലോജിക് ആവാം, ന്യായ ആവാം, ഓക്കെ, സയൻസ് ആവാം, ആർട്സ് ആവാം, ഇങ്ങനെയുള്ള ഓരോരോ യൂണിവേഴ്സിറ്റികൾ പ്രിഫറൻസ് കൊടുത്തിരുന്ന, ഓരോരോ യൂണിവേഴ്സിറ്റികൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന, ഓക്കെ, ഓരോരോ യൂണിവേഴ്സിറ്റികൾ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന, പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിഫറെന്റ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എയിംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ചോദിക്കാറുണ്ട്. എവിടെയാണ് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു വജ്രയാന ബുദ്ധിസം പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നത്? എവിടെയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഹീനയാന ബുദ്ധിസം പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നത്? ഓക്കെ, എവിടെയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സെക്യുലർ സബ്ജക്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നത്? അപ്പം ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൂന്നാമത്തേതായി. നാലാമത്തേതായിട്ട് ചോദിക്കാറുള്ളതാണ് ലാസ്റ്റ് ടൈം സം ഫാക്ച്വൽ നോളജ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ച്വൽ നോളജ് ഉണ്ടാവും. ഇപ്പൊ അല്ലേ, സംതിങ് ലൈക്ക് തക്ഷശില യൂണിവേഴ്സിറ്റി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമായിട്ടുള്ളത് ഏത് വർഷമാണ്? 1980 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമായിട്ടുള്ളത് 1980. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും നളന്ദ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഫഹിയാന്റെ പുസ്തകങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകളുണ്ട് കേട്ടോ. അതായത് 10,000-ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എൻട്രൻസ് ടെസ്റ്റ് വളരെ ടഫ് ആയിരുന്നു. അതായത് ഏകദേശം 20% ആളുകളായിരുന്നു ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നളന്ദ എൻട്രൻസ് ടെസ്റ്റിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. നളന്ദ എൻട്രൻസ് ടെസ്റ്റിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഏകദേശം 20% ആളുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നളന്ദ എൻട്രൻസ് ടെസ്റ്റിൽ. എന്ന് പറഞ്ഞാൽ അതില് മനസ്സിലാക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത് ഇത്രേ ഉള്ളൂ കേട്ടോ. നളന്ദ എൻട്രൻസ് ടെസ്റ്റിൽ 20% ആളുകളാണ് ക്വാളിഫൈ ചെയ്തിരുന്നത്. UGC NT-NET എക്സാമിൽ 6% ആളുകളാണ് ക്വാളിഫൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നളന്ദ എൻട്രൻസ് ടെസ്റ്റിനേക്കാളേറെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ്, JRF ക്വാളിഫൈഡ് ആണെങ്കിൽ നളന്ദ എൻട്രൻസ് ടെസ്റ്റിനേക്കാളേറെ ടഫ് ആയിട്ടുള്ള പരീക്ഷയിലാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഫിയാൻ സാങ്ങിന്റെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസാണ്. സോ ഈ ഒരു 4 ആസ്പെക്ട് ആണ് അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാം. നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കണം. ഒന്ന്, ആ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, യാത്രക്കാർ, അവിടെ വന്നിട്ടുള്ള യാത്രക്കാര്, അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അവിടെ ഫോളോ ചെയ്തിട്ടുള്ള മോഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഏത് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്, സം സ്പെഷ്യൽ വാട്ട് വി കൻ സേ ഫാക്ച്വൽ നോളജ്. ഫാക്ച്വൽ നോളജ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് ആണ് എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയും. രണ്ടാമത്തെ ആസ്പെക്ട് ആണ് എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയും. അതായത് നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ കഴിഞ്ഞു. ഏൻഷ്യന്റ് ഇന്ത്യ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത്. അതിലിപ്പോ നമുക്ക് ഒരുപാട് കമ്മീഷൻസ് ഉണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്, ഒരുപാട് പോളിസീസ് ഉണ്ട്, ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഉണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്യും ഇന്ന്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമതായിട്ട് പഠിക്കാനുള്ളതാണ് ഓറിയന്റൽ കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ ലേണിംഗ്. ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫാർ ഈസ്റ്റേൺ സൊസൈറ്റി എന്നൊക്കെ പറയും. സാധാരണയുള്ള പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഓറിയന്റൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയാം. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഫോളോ ചെയ്യാത്ത സിസ്റ്റം അല്ലെ. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്കൂളിൽ ഫിസിക്കൽ എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ കൺവെൻഷണൽ എന്ന് പറയാം. ശരിക്ക് ഓൺലൈനൊക്കെ നോൺ കൺവെൻഷണൽ ആണ്, പക്ഷെ ഇപ്പൊ അതൊരു കൺവെൻഷണൽ ആയിട്ട് മാറിയിട്ടില്ലേ. ക്ലാസ് റൂമിൽ പോയിരിക്കുന്നതാണ് നോൺ കൺവെൻഷണൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. വാല്യൂ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, basically what it means by the meaning. And the last one, policies, governance and administration. പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്നുള്ളത് ഇറ്റ്സ്
പലരും ചോദിക്കാറുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ്. ഇപ്പം ലോക്സഭയെ കുറിച്ചിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ രാജ്യസഭയെ കുറിച്ചിട്ടുള്ള ചോദ്യമൊക്കെ ചിലപ്പോൾ എക്സാമിന് വരുമ്പോൾ, ഓക്കെ, ലോക്സഭയെ കുറിച്ചിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ രാജ്യസഭയെ കുറിച്ചിട്ടുള്ള ചോദ്യമൊക്കെ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് പലരും ഇത് എവിടെയാണ് നമ്മളെ പേപ്പർ 1 സിലബസിൽ എന്ന് ചോദിക്കാറുണ്ട്. ഇത് എവിടെയാണ് നമ്മളെ പേപ്പർ 1 സിലബസിൽ? ഇത് നമ്മളെ പേപ്പർ 1 സിലബസിൽ ഉള്ളത് 10 ടോപ്പിക്കുകളിൽ ഒന്നായ ഹയർ എഡ്യൂക്കേഷനിലെ 6 ടോപ്പിക്കുകളിൽ അവസാനത്തേതായ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇന്ത്യൻ പൊളിറ്റി. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക ചോദിച്ചാൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ലോക്സഭ, രാജ്യസഭ, സുപ്രീം കോർട്ട്, then we have ഗവർണർ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഹൗ ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് വർക്ക് എന്നുള്ളത് ഇതും സിലബസിൽ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം 2020 ജൂൺ എക്സാം, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ നടന്ന എക്സാമിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ കുറച്ച് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് ഒരുപാട് ചോദിക്കാറുണ്ടായിരുന്നു. എന്ന് കരുതി ഇക്കൊല്ലം കുറവാവും എന്നല്ല പറയുന്നത് കേട്ടോ, എന്ന് കരുതി ഇക്കൊല്ലം കുറവാവും എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് 6 ടോപ്പിക് വരുന്നത്. ഇതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇതിൽ എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളതിലെ ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാം ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മീഷൻസ്, കമ്മിറ്റീസ്, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മീഷൻസ്, കമ്മിറ്റീസ്, അതുപോലെ തന്നെ പോളിസീസ്, ലോസ്, ആക്ട്സ് ഒക്കെയാണ്. അപ്പൊ അതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോളിസീസ് ഏറ്റവും പ്രധാനപ്പെട്ട പോളിസിയാണ് ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. 2020 റിലീസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഏറ്റവും കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയും. അപ്പൊ ആദ്യം മനസ്സിലാക്കാം ഇതിന്റെ ഒരു എവല്യൂഷണറി ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, അതായത് ഒരു രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ് എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത്. ഓക്കെ, ഒരു ജനറൽ ഗൈഡ് ലൈൻ ആണ് എഡ്യൂക്കേഷൻ പോളിസി എന്ന്. അപ്പൊ നമുക്ക് ഇതുവരെ 3 മെയിൻ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതുവരെ നമുക്ക് 3 മെയിൻ എഡ്യൂക്കേഷൻ പോളിസിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, 3 എഡ്യൂക്കേഷൻ പോളിസിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ, ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1968. ഓക്കെ, ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി 1968 എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി 1980, ഓക്കെ 1986 മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസി വാസ് ഇൻ ദ ഇയർ 2020. ഓക്കെ, 2020. സോഫാർ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 എഡ്യൂക്കേഷൻ പോളിസിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോഫാർ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 എഡ്യൂക്കേഷൻ പോളിസിയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്, പിന്നെ 1986 ആണ്, 2020 ആണ്. വിച്ച് മീൻസ് 34 വർഷങ്ങൾക്ക് ശേഷമാണ് 2020 പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. ഇതിനു മുമ്പ് ബേസിക്കലി ഇതിന്റെ ഇടയിൽ ഇപ്പം 1992, 2000 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചെറിയ അമെൻഡുകൾ, ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ റിന്യൂവൽ സിസ്റ്റം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 തവണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 68, 86, 2020. അതിന്റെ റിവ്യൂ മോഡല് ഒക്കെ പല സമയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ 68, 86 നമ്മളിപ്പോ പറയുന്നില്ല, ജസ്റ്റ് 2020 എന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, 2020 എന്നുള്ളത് പറയാം. ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 2020യുടെ പ്രധാനപ്പെട്ട എയിമുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഒരു ബേസിക് കുറെ ഫാക്ച്വൽ ആസ്പെക്ട്, നമ്മൾ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല കേട്ടോ. ഇതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് കൺസേൺസ് ഉണ്ട്, ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് ഒരുപാട് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ വലിയ ഡിസ്കഷനും ഡിബേറ്റും നടത്തേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ ഇവിടെ അതൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളിതൊരു UGC NTA നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു എസ്സേ പോലും വരില്ല അല്ലെ.
ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഒരു എസ്സേ കൂടി വരില്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് സാധനങ്ങൾ മാത്രമേ വരൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ ഒരു ഫാക്ച്വൽ ആസ്പെക്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഫാക്ച്വൽ ആയിട്ടുള്ള ആസ്പെക്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം പറയാനുള്ളത് ഇതിന്റെ ഒരു ബേസിക് എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എ ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ എന്നുള്ളതാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്നുള്ളത് ഇന്ത്യ എ ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ എ ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, വാട്ട് ഈസ് എ ബേസിക് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മളൊക്കെ ഒരുപാട് വിലമതിക്കുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും ലോകത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ്ങിൽ 250 ഉള്ളിലൊന്നും സാധാരണ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും വരാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഓക്കെ, ഒരു ഗ്ലോബൽ നോളേജ് സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിയെ. അതായത് നമ്മൾ കേരളത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അല്ല ഉണ്ടാവുക. ഇതുവരെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കിയിട്ടുണ്ട് അല്ലെ. അപ്പം രണ്ടാമത്തെ എയിം അതായിരുന്നു. അത് ഞാൻ കറക്റ്റ് ഫാക്ച്വലേ പറയുന്നുള്ളൂ കേട്ടോ. ഫാക്ച്വൽ, അതായത് ഒരു എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, നമുക്ക് സമയത്തിന്റെ ലിമിറ്റേഷൻ കൂടി ഉള്ളത് കൊണ്ട്. മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞു 968-നും 986-നും ശേഷമുള്ള മൂന്നാമത്തെ ഒരു സംഭവമാണ്. ഇനി നമുക്ക് ബേസിക്കലി ഇത് ഓവറോൾ ചേഞ്ചസിനെ നമുക്കൊരു 3 രീതിയിൽ പറയാൻ പറ്റും. ഒന്ന്, ഇത് കൊണ്ടുവരുന്ന മൂന്ന് രീതിയിൽ നമുക്ക് ഇതിന്റെ ഓവറോൾ ചേഞ്ചസ് പറയാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇത് കൊണ്ടുവരുന്ന സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചുകൾ എന്ന് പറയാൻ പറ്റും. രണ്ട്, ഇത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, കോളേജ് സിസ്റ്റം എന്ന് മാത്രമല്ല, ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും മാത്രമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് രണ്ടും മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്നത് സെക്കൻഡറി ലെവൽ വരെ, അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ സെക്കൻഡറി ലെവൽ വരെ യൂണിവേഴ്സലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് 2030 ആകുമ്പോഴേക്കും 100% എന്നുള്ളതാണ്. ഫാക്ച്വൽ നോളജ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ബൈ വാട്ട് ഇയർ ഇന്ത്യ പ്ലാൻസ് ടു അച്ചീവ് 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ 2030. ഓക്കെ, 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 100% കുട്ടികളും 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 100% കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കണം. ഹൈസ്കൂൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരെ, സെക്കൻഡറി ലെവൽ വരെ പഠിക്കുന്ന കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എയിം. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എയിം സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികളായിരിക്കണം, അല്ലെങ്കിൽ 100% എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കേസാണ് ഇന്ത്യയിൽ സ്കൂൾ സിസ്റ്റം തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആവാൻ പറ്റാത്ത ഏകദേശം 2 കോടിയോളം സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്. 2 കോടിയോളം സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്. ഈ 2 കോടിയോളമുള്ള സ്കൂൾ ചിൽഡ്രനെ ഓപ്പൺ സ്കൂൾ സിസ്റ്റത്തിലൂടെ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, സ്കൂൾ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പൊ ഉള്ള +2 സിസ്റ്റം റീപ്ലേസ് ചെയ്തിട്ട് 5+3+3+4 സിസ്റ്റം ആക്കുക. ദ ഫോളോയിങ് നല്ല സാധ്യത കേട്ടോ. എന്താണ് ഈ 5+3+3+4 എന്ന് പറഞ്ഞാൽ? ഇതാണ് ഇപ്പൊ നമ്മൾ ഉള്ള സിസ്റ്റം അല്ലെ. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആകുമ്പോൾ കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തും. പിന്നെ 16 to 17 അല്ലെങ്കിൽ 18 വരെ +2 കവർ ചെയ്യും. ഇതാണ് സിസ്റ്റം. ഇത് മാറ്റിയിട്ട് 5+3+3+4 ആക്കി മാറ്റാം. 5 എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ ഏജ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ ഏത് വയസ്സ് തൊട്ടാന്ന് അറിയോ? 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ ഏജ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷണൽ സ്റ്റേജ്. അപ്പം 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് ഫസ്റ്റ് സ്റ്റേജ് വരിക. ഈ ഫൗണ്ടേഷണൽ ഏജിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് അങ്കലവാടി പ്രീ സ്കൂൾ ബാലവാടി ഏജ് ഉണ്ട് 3 മുതൽ 6 വരെ. പിന്നെ ക്ലാസ് 1, 2 വർഷം. അതായത് അങ്കലവാടി തൊട്ട് 2ാം ക്ലാസ് വരെ സത്യം പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരിക, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആയിട്ടാണ് വരിക.
ഓക്കെ, ഒരു സ്റ്റേജ് ആയിട്ടാണ് വരിക. കാരണം പലപ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്, നമ്മൾ LP സ്കൂൾ എന്നാണ് പറയാം. LP സ്കൂൾ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികളുടെ ആ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു കോമ്പറ്റീഷൻ ആണെങ്കിലൊക്കെ. അപ്പൊ ഒന്നുകൂടി സയന്റിഫിക് ആണെന്ന് പറയപ്പെടുന്നു 3ാം വയസ്സ് മുതൽ 8ാം വയസ്സ് വരെ ഒരു സ്റ്റേജ് ആണ്. അതായത് അങ്കലവാടി, പ്രീ ബാലവാടി തൊട്ടിട്ട് 2ാം ക്ലാസ് വരെ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാതിരുന്ന 3ാം വയസ്സ് 4ാം വയസ്സ് ഒക്കെ ഇപ്പൊ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അതായത് 3ാം ക്ലാസ് അല്ലെങ്കിൽ 3ാം വയസ്സിലുള്ള എഡ്യൂക്കേഷൻ പോലും ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം ആക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ സൈക്കോളജിക്കലി ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനാപ്സുകൾ ഉണ്ടാവുന്നത്, ന്യൂറോൺസ് ഉണ്ടാവുന്നതൊക്കെ ഫസ്റ്റ് 3 years, ഫസ്റ്റ് 1000 ഡേയ്സിലാന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയുടെ മെമ്മറി കപ്പാസിറ്റി, സിനാപ്സുകള് പോലെയുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുക ആദ്യത്തെ 5 വയസ്സിന്റെ ഉള്ളിലാന്നൊക്കെ പറയാറുണ്ട്. അതായത് സംഭവം നമ്മളെ സംബന്ധിച്ച് എന്താന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സിനാപ്സും നെർവും ഒന്നും പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആദ്യത്തെ 5 വർഷത്തെ നമ്മളെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഒരു ഫോമൽ സ്ട്രക്ചേർഡ് സയന്റിഫിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സൈഡില്. അതേപോലെ ഇത് മറ്റൊരു സൈഡിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസുമാണ്. എങ്ങനെ? സംഭവം 3ാം വയസ്സ് തൊട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് കരുതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കണം, കുട്ടികളെ മെന്റലി ടോർച്ചർ ചെയ്യണം എന്നോ, കുട്ടികളെ അടിക്കണം എന്നുള്ളതോ, പുസ്തകം പഠിക്കാൻ പറയണം എന്നുള്ളതോ, അക്ഷരം പഠിപ്പിക്കണം എന്നൊന്നുമില്ല. അവരുടെ ആ ലെവലിനനുസരിച്ച് പഠിപ്പിക്കാനുള്ള ഒരു കരിക്കുലം ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പാരന്റ്സിന് പഠിപ്പിക്കാൻ പറ്റണം. ഓക്കെ, അപ്പം ബേസിക്കലി ഇന്ന് തന്നെ നമ്മളെ LP സ്കൂളിലെയും UP സ്കൂളിലേക്കും കുട്ടികളുടെ സ്ട്രെസ്ഡ് ഔട്ട് ആയി വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. 3ാം വയസ്സ് തൊട്ടിട്ട് കുട്ടികളെ സ്ട്രെസ്ഡ് ഔട്ട് ആക്കി എങ്ങനെ ഉണ്ടാവും? ബേസിക്കലി മനുഷ്യന്മാരൊക്കെ നോളേജ് സീക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. ഞാനും നിങ്ങളൊക്കെ നോളേജിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളുകളും വിജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന, അതിൽ നിന്നൊരു സംതൃപ്തി കണ്ടെത്തുന്ന ജീവികളാണ് നമ്മളൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ സിലബസിൽ പഠിക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് ഒരു സംതൃപ്തിയും കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, ഈ സിലബസിലുള്ള പല കാര്യങ്ങളും നമ്മൾ എന്തിനാ പഠിക്കുന്നത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല, അല്ലെ? ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ലോജിക്കിലെ ഹത്വവ്യാശിയും വ്യാപ്തിയൊക്കെ ഞാനും നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? അത് ഇന്ത്യൻ ലോജിക്ക് ആവണമെന്നില്ല കേട്ടോ, എല്ലാ ടോപ്പിക്കിലും ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ, മൂഡ് ആൻഡ് ഫിഗർ എന്തിനാ പഠിക്കുന്നത്? ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇങ്ങനെയുള്ള നമ്മൾ ഈ വരുന്ന ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ എഫേർട്സ് അല്ലെങ്കിൽ പോട്ടെ നമ്മൾ പറയാത്ത, അത് ബേസിക്കലി നമുക്ക് ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിലാണ് കേട്ടോ. ഇപ്പൊ നമുക്കറിയാലോ, +1 +2 നമ്മൾ എന്തിനാ ടെക്നോമെട്രി പഠിച്ചത് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾ മാത്സിൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് പോവാണെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. അതായത് ഞാൻ ഒരു പെർട്ടിക്കുലർ സംഭവം പഠിക്കുന്നതിന് എതിർക്കല്ല, പക്ഷെ എല്ലാവരും ആ ഒരു സംഭവം പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പഠനം ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ ഞാൻ കൂടുതൽ അതിന്റെ വശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയമില്ല. അപ്പം ഈ ഒരു സ്റ്റേജ് കൊണ്ടുവരിക എന്നുള്ളതാണ് 3ാം വയസ്സ് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. അതേസമയം വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്, വളരെ നല്ല ഡിസിഷൻ ആണ്. പക്ഷെ വളരെ പ്രോപ്പർ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനേക്കാളേറെ ഒരു മെന്റലി ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആയിട്ടുള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി 2ാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ പ്ലേ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 2ാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. പ്ലേ, ഡിസ്കവറി, ആക്ടിവിറ്റി, ക്ലാസ് റൂം ലേണിംഗ് ഒക്കെയാണ്. 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ് ഈ സ്റ്റേജ് വരിക. 8 മുതൽ 11 വയസ്സ് വരെ നമ്മളൊരു എക്സാമിന് അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. പ്രിപ്പറേറ്ററി സ്റ്റേജ് 8 മുതൽ 11, 3 മുതൽ 5 വരെ. നമുക്ക് അതിന്റെ ഭവിഷ്യത്തുകളൊന്നും നമ്മളെ എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ, നോളജ് ലെവലിൽ. 3ാമത്തെ സ്റ്റേജ് ആണ് മിഡിൽ സ്റ്റേജ് എന്ന് പറയും. 3 വർഷമാണ്. 11ാം വയസ്സ് മുതൽ 14ാം വയസ്സ് വരെ, അതായത് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഫൈനൽ സെക്കൻഡറി സ്റ്റേജ് ആണ്. 4 വർഷമാണ്. 5, 3, 3, 4. 14 വയസ്സ് മുതൽ 18 വരെ, 9 മുതൽ +2 വരെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ഒറ്റ സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്നുള്ളത്.
ഓക്കെ, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്നുള്ളത് 10+2 മാറ്റിയിട്ട് 5+3+3+4 ആക്കി 4 സ്റ്റേജ്: ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്. ഓരോരോ വർഷങ്ങൾ, ഓരോരോ സ്റ്റേജിന്റെ പ്രത്യേകത. ഈവൻ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, മൾട്ടി ലെവൽ പ്ലേ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ളത് പോലും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അൺകവേർഡ് ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 6 years അണ്ടർ ദ സ്കൂൾ കരിക്കുലം വിച്ച് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി ആസ് എ ക്രൂഷ്യൽ സ്റ്റേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് എ ചൈൽഡ്. ഏകദേശം നമ്മളെ കുട്ടികളുടെ എല്ലാ മെന്റൽ ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. പോട്ടെ, അടുത്തതാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. 10ാം ക്ലാസ് 12ലെ പൊതുപരീക്ഷകൾ ഒന്നുകൂടി ഈസിയർ ആക്കുക. എല്ലാ കൊല്ലവും 2 തവണ പൊതുപരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുക. പ്രൈവറ്റ് സ്കൂളിനും പബ്ലിക് സ്കൂളിനും ഒക്കെ പുതിയൊരു റെക്കഗ്നീഷൻ സിസ്റ്റം, അംഗീകാരം എന്നുള്ളതിന് പുതിയൊരു സംഭവം കൊടുക്കുക. ഫൗണ്ടേഷൻ ലിറ്ററസി ന്യൂമറസിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഈ അക്കാഡമിക്, നോൺ അക്കാഡമിക്, എക്സ്ട്രാ കരിക്കുലർ, അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത്. അതായത് ഒരു കെമിസ്ട്രി പഠിക്കുന്നത് പോലെ ബുദ്ധിമുട്ട് തന്നെയാണ് ഫുട്ബോൾ കളിക്കാൻ പഠിക്കാറുണ്ടോ. ഫുട്ബോൾ കളിക്കാൻ പഠിക്കാന്നുള്ള ഭയങ്കര ഈസിയുള്ള പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അത് എന്ത് പഠിക്കുക എന്നുള്ളതല്ല, കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ എന്നുള്ള വാട്ട് വി ക്യാൻ സേ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ എന്നുള്ള ഒരു ഡിഫറൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. 6ാം ക്ലാസ് മുതൽ ഇന്റേൺഷിപ്പ് പറഞ്ഞേക്കുക എന്നുള്ളത്. ഓക്കെ, 6ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുക, ഇന്റേൺഷിപ്പ് ഇതാക്കുക. 5ാം ക്ലാസ് വരെ മദർ ടങ്ങിലും റീജിയണൽ ലാംഗ്വേജിലൊക്കെ പഠിപ്പിക്കുക. ഒരു ലാംഗ്വേജ് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, അടുത്തൊരു മെയിൻ പ്ലാൻ 360 ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ലൈഫ് ലോങ് പ്രോഗ്രസ് കാർഡൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഡിജിറ്റൽ ആയിരിക്കും. നിങ്ങളിപ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, സ്കൂളിൽ വലിയ കാര്യമായിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, +2 പഠിച്ചിട്ടുണ്ടാവില്ല, ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവില്ല, ഗ്രാജുവേഷനിൽ മാത്രം ഫൈനലിൽ പഠിച്ച് ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങിയിട്ട് നല്ല കയറി പോകും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ പുതിയൊരു സിസ്റ്റത്തിൽ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡാണ്. നിങ്ങളെ പ്രോഗ്രസ് കാർഡ് ചിലപ്പോൾ LKG തൊട്ട് അംഗനവാടി തൊട്ടിട്ട് നിങ്ങളെ മാർക്ക് ഉണ്ടാവും കേട്ടോ. മാർക്ക് എന്നുള്ളതല്ല, നിങ്ങളെ പെർഫോമൻസ് ഉണ്ടാവും. അത് അറിയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അത് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. ഒരു കുട്ടി ഏത് ലെവലിലാണ്, ഏത് സ്റ്റേജിലാണ് വന്നിട്ടുള്ളതും ആ കുട്ടിയുടെ അക്കാഡമിക് കാപ്പബിലിറ്റീസ് എല്ലാ സ്റ്റേജിലും ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ എല്ലാ ആസ്പെക്റ്റിലുള്ള എയ്ത്ത്, വായന, എക്സ്ട്രാ കരിക്കുലർ, സ്പോർട്സ്, ആർട്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പുതിയൊരു ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് സിസ്റ്റം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയൊരു ടീച്ചർ എഡ്യൂക്കേഷന് പുതിയൊരു സംഭവമാണ്. പിന്നെ ഡിഗ്രി 4 വർഷമാക്കുക എന്നുള്ളതാണ്. അംഗനവാടിക്ക് പറയുന്നത് ആരോ ഡൗട്ട് ചോദിച്ചു, 3 years ആണ്, 3 വർഷമാണ്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അത് ടേം അംഗനവാടി എന്ന് മാത്രമല്ല, അംഗനവാടി, പ്രീ സ്കൂൾ, ബാലവാടിക ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആണ്. അങ്ങനെയാണ് അതിൽ സ്പെസിഫിക് ആയിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഹയർ എഡ്യൂക്കേഷൻ ഞാൻ പെട്ടെന്ന് പറയാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു. ഹയർ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ 2030 ആവുമ്പോഴേക്കും, അതായത് +2ന്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പറയട്ടോ. 2030 ആവുമ്പോഴേക്കും 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. ഓക്കെ, 2030 ആവുമ്പോഴേക്കും 100% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഉണ്ടാവുക എന്നുള്ളതാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ സിഗ്നിഫിക്കൻസ് എങ്കിൽ. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനിൽ 2035 ആവുമ്പോഴേക്കും 50% ആക്കുന്നുള്ളൂ കേട്ടോ. അതേ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, പ്രാക്ടിക്കബിൾ ആണല്ലോ. 2035 ആവുമ്പോഴേക്കും 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2035 ആവുമ്പോഴേക്കും 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ആക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഏകദേശം 3.5 കോടി പുതിയ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സംഭവങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്, സീറ്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പം 26.3% ആളുകൾ മാത്രമേ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷനിൽ എത്തുന്നുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ ഇപ്പം 26.3% ആളുകൾ മാത്രമേ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് 50% ആക്കുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തൊരു ആസ്പെക്ട് ആണ് MPhil കോഴ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സജഷൻ കേട്ടോ. MPhil കോഴ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, PhD ഗ്രാജുവേഷൻ ഇത് കഴിഞ്ഞിട്ട് നേരെ MPhil കോഴ്സുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിൽ പലരും പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പലർക്കും ഉണ്ടാവാറുണ്ട്. അതായത് ഒന്ന്, ഇതുവരെ MPhil പഠിച്ചതിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ, ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്. 2, UGC തന്നെ ഇല്ലാണ്ടാക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരും. ഓക്കെ, UGC തന്നെ ഒഴിവാക്കിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരിക എന്നുള്ള ഇതിന്റെ ഒരു സജഷൻ ആണ്.
UGC തന്നെ ഒഴിവാക്കുക, ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ വരിക എന്നുള്ളതാണ് MPhil ഒഴിവാക്കുക. അപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷനുകളിൽ ഒന്ന്, കൺസേണിലൊന്നാണ് അപ്പോ MPhil പഠിച്ച വെറുതാവോ, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ MPhil വെറുതാവോ, ഇനി അതുമല്ലെങ്കിൽ ചിലർ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ബേസിക്കലി UGC അല്ലാണ്ടായ പിന്നെ നെറ്റ് ഉണ്ടാവോ, നെറ്റ് കൊണ്ട് കാര്യം ഉണ്ടാവോ, JRF കൊണ്ട് കാര്യം ഉണ്ടാവോ, ഈ പഠനം കൊണ്ട് കാര്യം ഉണ്ടാവും എന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഓരോരോ എഡ്യൂക്കേഷൻ എവല്യൂഷന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ബോഡീസ് വരിക, പുതിയ പുതിയ സ്ട്രക്ചേഴ്സ് വരിക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്. എക്സിസ്റ്റിംഗ് സാധനത്തിന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല റിവാമ്പ് ചെയ്യുക എന്നുള്ളത്. റിവാമ്പ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ബേസിക്കലി ഒന്ന് MPhil ചിലപ്പോൾ നിർത്താം, പക്ഷെ ഇതുവരെ MPhil പഠിച്ചതിന് വിലയില്ലാതെ ആവില്ല. ഇതുവരെ MPhil പഠിച്ചതിന് വിലയില്ലാതെ ആവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ബേസിക്കലി ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകാരം നഷ്ടപ്പെട്ട ഒരു കൺസേണുമായിട്ട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, നിങ്ങളൊരു സ്ഥലത്ത് പഠിക്കുന്ന സമയത്ത് അതിന് അംഗീകാരമുണ്ടെങ്കിൽ, ജോയിൻ ചെയ്ത സമയത്ത് അംഗീകാരമുണ്ടെങ്കിൽ, പിന്നീട് അംഗീകാരം നഷ്ടപ്പെട്ടാലും നിങ്ങൾ മേ ബി കോടതിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പൊ മെഡിക്കൽ കോളേജിനൊക്കെ അംഗീകാരം നഷ്ടപ്പെട്ട മുമ്പ് പഠിച്ച കുട്ടികൾ 3ാമത്തെ ഇയറിലങ്ങ് നിർത്തി പോവോ? ഇല്ല. പക്ഷെ നിങ്ങൾ അംഗീകാരം ഇല്ലാത്ത, അതായത് അംഗീകാരം നഷ്ടപ്പെട്ട ഒരു സമയത്താണ് അഡ്മിഷൻ തന്നെ എടുത്തെങ്കിൽ ചിലപ്പം നിങ്ങളെ കോഴ്സ് ചെയ്യാൻ പാടില്ല, റിസ്ക് വരും. അപ്പൊ ഇതുപോലെ തന്നെയാണ് MPhil കോഴ്സിന് അംഗീകാരമുള്ള ഒരു കാലത്ത് MPhil പഠിച്ച ഒരാളാണെങ്കിലെങ്കിൽ ആ MPhilന് നിലപാടുണ്ടാവും, ആ MPhilന് നിലയുണ്ടാവും, ആ MPhilന് വാല്യൂ ഉണ്ടാവും. അതേസമയം ചില സബ്ജക്റ്റുകളുണ്ട്, ഇപ്പം സൈക്കോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MPhil ക്ലിനിക്കൽ സൈക്കോളജി പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. ഈ MPhil എടുത്ത് കളയാം. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ പുതിയ പേരിൽ പുതിയൊരു കോഴ്സ് വരും കേട്ടോ, ഏകദേശം പണിയും സിലബസ് ഒക്കെ സെയിം ആയിരിക്കും. ഇത് ഇത്ര സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പൊ UGC പോവും, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരും, ആ കമ്മീഷൻ പുതിയ എക്സാം നടത്തും. എക്സാമിന് ചിലപ്പോൾ നെറ്റിന്റെ പേര് ചിലപ്പോൾ മാറ്റും. ഏതുപോലെ CBSE നടത്തിയത് NTA ആക്കിയിൽ എന്താ വ്യത്യാസം വന്നത്? ചിലപ്പോൾ ഓൺലൈൻ ആവും, ചിലപ്പോൾ ഒരു സംഭവങ്ങൾ വരും. ഇതുവരെ പേരുകൾ, സംഭവങ്ങൾ, മാറ്റങ്ങൾ വരും. നെറ്റ് എന്നുള്ള മാറ്റം, ചിലപ്പോൾ JRF എന്നുള്ള പേരൊക്കെ മാറും. പക്ഷെ PhD പേര് മാറ്റാനുള്ള സജഷൻ എന്നുള്ള PhD എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന് എക്സാം കൂടെ ഉണ്ടാവും. ആ ലെവലിലാണ് നിങ്ങൾ മനസ്സിലാവേണ്ടത്. അല്ല മുമ്പ് നിങ്ങൾ പഠിച്ച സമയത്ത് അംഗീകാരമുള്ളതോ വാല്യുവേഷൻ ഉള്ള ഒരു സംഭവമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺ ആവണ്ട. നെക്സ്റ്റ് ഇയർ MPhil ചെയ്താൽ വാലിഡിറ്റി ഇല്ലേന്ന് ചോദിച്ചാൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമായിട്ട് MPhil എടുത്തു കളയാ എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. കാരണം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ. അതായത് സ്റ്റേറ്റിനും സെന്ററിനും നിയമം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒഫീഷ്യലി ഒരു ഹയർ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ ഒരു നയമാണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അല്ല അതൊരു നിയമമല്ല. അതൊരു നിയമമല്ല. അങ്ങനെ നിയമമായിരുന്നെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള നിംഹാൻസ് ഒക്കെ MPhil സൈക്കോളജിക്ക് അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓരോരോ സ്റ്റേജുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ടൈം എടുക്കും. കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് നിലവിൽ വരാൻ ചില റിപ്പോർട്ടുകൾ പ്രകാരം 2030, 2040 ഒക്കെ ആവുന്നുള്ളതാണ് കേട്ടോ. ഏകദേശം 20 കൊല്ലം ആവുന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബേസിക്കലി ഈ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു എഫക്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മളെ ഈ ഒരു അക്കാഡമിക് ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളെ എംപ്ലോയ്മെന്റ് ലൈഫിൽ ചിലപ്പോൾ ഉണ്ടാവാം, നമ്മളെ മക്കളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ, ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയുള്ള മക്കളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എന്നല്ല, നമ്മളെ ലൈഫിൽ ഇതിന്റെ ഒരു വളരെ വലിയൊരു സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ ഓരോരോ സ്റ്റേജിനനുസരിച്ചായിരിക്കും ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വരാം. ഓരോരോ സ്റ്റേജിനായിരിക്കും ഓരോരോ സംഭവങ്ങൾ വരിക എന്നുള്ളത് പേഴ്സണൽ ഒപ്പീനിയനില്. ഇപ്പൊ ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ള ഇപ്പൊ സൈക്കോളജി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഒരു PhDക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് PhDക്ക് പോവുക എന്നുള്ളതാണ്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് കരിയർ എക്സ്പേർട്സിനോടോ ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കാം. ഞാൻ ഒരു ഫൈനൽ വാക്കായിട്ട് ഞാൻ പറയല്ല, പേഴ്സണൽ ഒപ്പീനിയനിൽ അങ്ങനെയാണ്. അപ്പൊ ഒരു പോളിസിയിൽ ഇങ്ങനെ ഒരു സജഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. ഇത് നിലവിൽ വന്നിട്ടില്ല. ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയമെടുക്കും. നിയമമായിട്ട് വരേണ്ടി വരും, സംഭവങ്ങളായിട്ട് വരേണ്ടി വരും, സജഷൻസ് ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഇതിന്റെ റിവ്യൂ വരും. ആ റിവ്യൂവിൽ ചിലപ്പോൾ മുമ്പുള്ള ഒരു സംഭവം ഇല്ലാണ്ടാക്കാം. അതായത് 3ാം വയസ്സ് തൊട്ടിട്ട് നിയമം അടുത്ത കൊല്ലം വരണമെന്നൊന്നുമില്ല. പക്ഷെ ഇതൊരു ജനറൽ നയമാണ്. ഇപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കുക, 1968 നാഷണൽ പോളിസിയിൽ പറഞ്ഞൊരു പോയിന്റ് ആണ്, മൊത്തം വരുമാനത്തിന്റെ 6% എന്താ പറയാ 52 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കണം.
പുതിയ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട് 52 കൊല്ലമായിട്ട് അത് നടപ്പ് വന്നിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാ പോയിന്റും പെട്ടെന്ന് നടപ്പിൽ വരുന്നൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോ പഠിക്കുന്ന സമയത്തിന് അതിന്റെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, കൂടുതൽ പറയുന്നില്ല, സമയമല്ല. പിന്നെ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സിസ്റ്റം ഡിഗ്രി സിസ്റ്റം മാറ്റുക എന്നുള്ളത്. ഓക്കെ, ഡിഗ്രി സിസ്റ്റം മാറ്റുക എന്നുള്ളത്, ഇത് മാറ്റിയിട്ടൊരു 4 ഇയറിന്റെ ഡിഗ്രി ആക്കി മാറ്റുക, 3 or 4 ഇയർ ഡിഗ്രി ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവിക്കുക എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളെ ഡിഗ്രിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചില ആളുകളുണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പഠനം നിർത്തി. ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ എപ്പോഴും +2 ആയിരിക്കും, ഡിഗ്രി തീർന്നിട്ടില്ല എന്നൊക്കെ പറയും അല്ലെ. ശരിക്കും അങ്ങനെ തന്നെയാണ്. പുതിയ ഡിഗ്രി സിസ്റ്റം എന്താ വെച്ചാൽ 4 വർഷമായിരിക്കും. നിങ്ങൾ 1 വർഷം കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, 2 വർഷം കംപ്ലീറ്റ് ആക്കിയ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, 3 വർഷം കംപ്ലീറ്റ് ആക്കിയ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും, 4 വർഷം കംപ്ലീറ്റ് ആക്കിയ ഡിഗ്രി വിത്ത് റിസർച്ച് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 കൊല്ലം കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്താൻ തോന്നി നിർത്തിക്കോളി, നിങ്ങൾ ഡിപ്ലോമ ആയിട്ട് പോയി. പിന്നെ എന്തെങ്കിലും പിന്നെ പഠിക്കാൻ തോന്നി, 1 കൊല്ലം കൂടി പഠിച്ചാൽ ആ ഡിപ്ലോമ നിങ്ങൾക്ക് ഡിഗ്രി ആക്കി മാറ്റാം, പിന്നെ ആ ഡിഗ്രി 1 കൊല്ലം കൂടി പഠിച്ചാൽ റിസർച്ച് ആക്കി മാറ്റാം. അതായത് ഓരോരോ കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം, ജോലി ഉണ്ടെങ്കിൽ ജോലി തേടി പോകാൻ തിരിച്ചു വരാം, എത്ര ഗ്യാപ്പ് ഇട്ടാലും. ഇതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ. എല്ലാ കൊല്ലം ഇങ്ങനെ പുതിയ പുതിയ അഡ്മിഷൻ ഇങ്ങനെ വരും. ഓക്കെ, എല്ലാ കൊല്ലം നിങ്ങൾക്ക് അഡ്മിഷൻ ഇങ്ങനെ നിർത്തി പോകാനും പറ്റും. ഓക്കെ, ഇതാണ് പുതിയൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു സംഭവമാണ്, ഇതിന്റെ ഒരു ആസ്പെക്ട് ആണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നു, പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ള പോലെ ആർട്സ് സയൻസ് എന്ന് പറഞ്ഞ ഒരുമാതിരിയുള്ള സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാം, ചില ആളുണ്ടാവില്ല. ഹിസ്റ്ററിയുടെ കൂടെ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാം, ഒരു സബ്ജക്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ബയോളജി പഠിക്കാം, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഹോം സയൻസ് പഠിക്കാം, അതിന്റെ കൂടെ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാം. അല്ലാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻകാർ അത് മാത്രം, ബയോളജിക്കാർ അത് മാത്രം, ഹിസ്റ്ററിക്കാർ അത് മാത്രം മെയിൻ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. മിക്സ്ഡ് ആയിട്ട് സയൻസ് ആർട്സ് ഒക്കെ മിക്സ് ആയിട്ടൊക്കെ പഠിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇനി ഈ ഒരു ഇംപ്ലിമെന്റ് വരുമ്പോൾ മേ ബി നമ്മളെ മക്കൾക്കൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന കൂടെ ജോഗ്രഫി പഠിക്കുന്ന കൂടെ മ്യൂസിക് പഠിക്കാൻ പറ്റും. മറ്റേ നമുക്ക് ആർട്സിനായിട്ട് ലൈഫ് അങ്ങ് ഇതാക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ അതായത് പല സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. IIT IIMകളൊക്കെ പോലെ റിസർച്ചിന് വേണ്ടി മാത്രമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. മൊത്തം ഇന്ത്യയിലുള്ള മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അങ്ങ് ഒഴിവാക്കിയിട്ട് മെഡിക്കൽ ലീഗൽ ഉണ്ടാവും, ബാക്കിയൊക്കെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയൊക്കെ ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ളതാണ്, 15 കൊല്ലത്തോടു കൂടി കോളേജിന്റെ അംഗീകാരം എന്നുള്ള സംഭവം ഒഴിവാവാണ്. ഓക്കെ, ഒഴിവാവാണ്. പകരമായിട്ട് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ എല്ലാ കോളേജും ഓട്ടോണമസ് ആക്കുക എന്നുള്ളത്. 3 yearsൽ ഒരുപാട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ ഒരു നിങ്ങൾ ഇന്ന സബ്ജക്ട് കവർ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും വരിക. അല്ലാതെ എക്കണോമിക്സിൽ ഡിഗ്രി, സയൻസിൽ ഡിഗ്രി എന്നുള്ള രീതിയിലല്ല. അതിനനുസരിച്ച് ക്രമേണ നെറ്റ് എക്സാം ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ ഒക്കെ ഒരു ജനറൽ സ്കെൽട്ടൺ ആണ് കേട്ടോ. ഇത് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് നിലവിൽ വരുമ്പോൾ ഇതൊരു ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരിക എന്നുള്ളത് ഗവൺമെന്റിന് തന്നെ ഒരു ഐഡിയ ഇല്ല, അപ്പൊ നമുക്കും ഐഡിയ ഇല്ല. അത് തീരുമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കുറെ ഡിഗ്രി കിട്ടോ, ഇതിന് ഈ കുറെ ഡിഗ്രിക്ക് വെച്ചിട്ട് ഈ കുറെ സബ്ജക്റ്റിൽ നെറ്റ് എഴുതാൻ പറ്റുമെന്നൊന്നും ഇപ്പൊ ചോദിക്കരുതേ. ഓക്കെ, അതൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അത് നെറ്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെ ഒരു ഐഡിയ ഇല്ല. അത് വേറൊരു പുതിയ പേരിലോ സംഭവങ്ങളോ കാര്യങ്ങളോ ആവാം. സോ ഇത്രയാണ് നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ച് അഡീഷണൽ പോയിന്റ് ഉണ്ട്, ഞാൻ അത് അങ്ങനെ പറയുന്നില്ല, സമയത്തിന്റെ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ട്രിപ്പിൾ മെയിൻ ഡിഗ്രി ആൾറെഡി പ്രസന്റ് ആണെന്ന് ചോദിച്ചാൽ ചില ആസ്പെക്റ്റിലൊക്കെ സിമിലാരിറ്റി ആണ്. പക്ഷെ ഇതിലും 2 വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമയായി സർട്ടിഫിക്കറ്റ് കിട്ടും. ട്രിപ്പിൾ ഡിഗ്രിയിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതൊരു മൾട്ടി ഡിസിപ്ലിനറി എന്നേ ഉള്ളൂ. പക്ഷെ ഇത് എൻറ്റയർലി മാറ്റാം. 4 വർഷമാണ് ഉണ്ടാവുക റിസർച്ച് വിത്ത് ഡിഗ്രി എന്നുള്ളത്. ചില കേസുകളിലൊക്കെ എക്സിസ്റ്റ് ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളത് പറയാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നുള്ളത് പറയാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ, ഈസ് ദ ആസ്പെക്ട് ഈസ് ക്ലിയർ എന്നുള്ളതെന്ന് പറയാം. യാ, ഓക്കെ, യാ, ആ കമ്മീഷനെ കുറിച്ചൊക്കെ ഇതിലാണ് ചോദിക്കുക. BEdനെ കുറിച്ചൊന്നും സ്പെസിഫിക് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. അതായത് 4 year ഇന്റിഗ്രേറ്റഡ് BEd ഡിഗ്രി ആയിരിക്കും മിനിമം ക്വാളിഫിക്കേഷൻ 2030 ആവുമ്പോഴേക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ 4 year ഇന്റിഗ്രേറ്റഡ് BEd എന്നുള്ളതിനെ കുറിച്ച് വളരെ വലിയ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഈ ഡോക്യുമെന്റ്. PhDയുടെ സീറ്റ് കൂടുമെന്ന് ചോദിച്ചാൽ സീറ്റ് കൂടണം എന്ന് പറയാൻ എന്താന്ന് ചോദിച്ചാൽ 23.6% ഉള്ളിടത്ത് നിന്ന്
50% ഹയർ എഡ്യൂക്കേഷനിൽ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് ഫാക്കൽറ്റീസ് കൂടണം, PhD കൂടണം, റിസർച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൂടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ അടുത്തൊരു എൻവയോൺമെന്റ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്. അതിനു മുമ്പ് നമ്മൾ ഏകദേശം നമ്മളെ ലാസ്റ്റ് ഹാഫ് ആൻ അവർ സംതിങ് ആണ്, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പം ഓൾറെഡി ലേറ്റ് ആയി ചില ആളുകൾ ലീവ് ചെയ്യുന്ന എനിക്കറിയാം. ജസ്റ്റ് ഒരു 6 മിനിറ്റ്സ്, ഇപ്പം 9:50 ഒരു 6 മിനിറ്റ്സ് ഞാൻ ഐഫറിനെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് 6 മിനിറ്റ്സ് കേട്ടോ. ഇപ്പം 9:50, 9:56 കഴിഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം, കാരണം അവസാനം ആകുമ്പോഴത്തേനും ഒരുപാട് ആളുകൾക്ക് പോവേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ബേസിക്കലി നമ്മൾ UGC NTA നെറ്റിന് ഡിഫറെന്റ് എക്സാമിനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന, ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പലരും പല കംപ്ലീറ്റ് ക്ലാസ്സുകൾ സംഭവങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും പുതുതായി ഇപ്പൊ നമ്മൾ നാളത്തോടു കൂടി പുതിയൊരു കോഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. പേപ്പർ 1 മാത്രമായിട്ട് ഇപ്രാവശ്യത്തെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ഒരു 2 months കോഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ലിവ് ലൈൻ എന്നുള്ളതാണ്. ലിവ് ലൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സിനുള്ള സമയമൊന്നുമില്ല. ലിവ് ലൈൻ എന്ന് പറഞ്ഞാൽ എയ്ഫർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കിന് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ തരും. ആ വീഡിയോസ് കാണാനുള്ള ദിവസം തരും, അതിന്റെ എക്സാം തരും, എക്സാം ചെയ്യാനുള്ള ദിവസം വരും, റെക്കോർഡഡ് വീഡിയോസ്. അത് കഴിഞ്ഞിട്ട് ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കും, നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ടോപ്പിക്കുകൾ എടുത്തരും എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നാളെ തുടങ്ങുന്ന ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റ്പോൺ ചെയ്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. 100 മണിക്കൂറിലധികം, ഓക്കെ, 100 മണിക്കൂറിലധികമുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 100 മണിക്കൂറിലധികമുള്ള ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും, 100ലധികം പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടാവും, 60ലധികം, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 20ലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ 2020 സെപ്റ്റംബർ. പല ആളുകളടുത്ത് അവൈലബിൾ അല്ല. അപ്പൊ ദീക്ഷ ഈ ബുക്കിൽ ഫ്രീ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് വിത്ത് എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ, ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എഴുത്ത് മാത്രമല്ല, എഴുത്തുണ്ട്, പറഞ്ഞു തരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള 60ഓളം എക്സ്പ്ലനേഷൻ നമ്മൾ അവൈലബിൾ ആണ്. 500ലധികം ഓൺലൈൻ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. NTA നെറ്റ് എക്സാമിന്റെ പാറ്റേണിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. റിസൾട്ട്, റാങ്ക്, ടോപ്പിക് വൈസ് മാർക്ക് പോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ സിസ്റ്റമായിട്ട്, ഇതിന്റെ ഭാഗമായിട്ട്, ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ക്ലാസ് ബേസിക് ലെവൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ബേസിക് ലെവലും നമ്മൾ അതിന്റെ റെക്കോർഡിങ്സും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, അതായത് അവർക്ക് മാത്സ് ചിലപ്പോൾ LCM കാണാൻ പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല, മറന്നുപോയതായിരിക്കും, പഠിക്കാത്തല്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റുകളും, ഓക്കെ, LCM കാണാൻ, ലസാഗു, ഉസാഗു പോലെയുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ ഉൾപ്പെടെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. 1-ാം തീയതി ലൈവ് ഇന്ററാക്ഷൻ 9:30 PM. 2-ാം തീയതി പ്രീ ടെസ്റ്റ്, ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടാവും. 3-ാം തീയതി മാത്തമാറ്റിക്കൽ റീസണിങ്, ഇത്ര വീഡിയോസ്, അതിന്റെ എക്സാം. 4-ാം തീയതി അതിന്റെ ഡിസ്കഷൻ, അതിന്റെ എക്സാമും സംഭവം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഒരു തീർക്കുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളായിട്ട് ഒരു ഷെഡ്യൂൾ എക്സാക്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, നമ്മളെ കംപ്ലീറ്റ് പേപ്പർ 1 ഫാക്കൽറ്റീസ് JRF ഹോൾഡേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് പേപ്പർ 1 ഫാക്കൽറ്റീസ് JRF ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, JRF ഹോൾഡേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ 50ഓളം JRF-ഉം 176 50% + റിസൾട്ടുകളുണ്ട്. സോ ഇതാണ് ഒരു ബേസിക് ആസ്പെക്റ്റിൽ നമ്മളെ ലിവ് ലൈൻ കോഴ്സ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ലിവ് ലൈൻ കോഴ്സ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ഗ്രൂപ്പിൽ സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതോടൊപ്പം തന്നെ നമ്മുടേതായ കുറെ യുണീക്ക് സംഭവങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചില സ്പെസിഫിക് ടൈമിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവും ആളുകൾക്ക്. ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ നമ്മുടേതായ പ്രൊവിഷൻ ഉണ്ട്. രാവിലെ 4:30 തുടങ്ങുന്ന കോഴ്സ് ഒക്കെ ഉണ്ട്. കോഴ്സ് അല്ല, കുട്ടികൾ പഠിച്ചു തുടങ്ങും. രാവിലെ 4:30 ഒരു സെറ്റ് ഓഫ് കുട്ടികൾ അങ്ങ് ഡിസ്കഷൻ തുടങ്ങും. പിന്നെ 6 മണിക്ക് അടുത്ത ബാച്ച് ഡിസ്കഷൻ ഉണ്ട്, 10 മണിക്കുണ്ട്, രാത്രി 10 മണിക്കുണ്ട്, രാത്രി 10 മുതൽ 12:30 1 മണി വരെ ഡിസ്കഷനിലെ ടീമൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 24 മണിക്കൂർ ഇങ്ങനെ ഡിസ്കഷനിലെ ഡിഫറെന്റ് ടീമുകളുണ്ട്. ഡിസ്കഷൻ ടേബിൾ എന്ന് പറയും. നമ്മൾ Zoom പ്രൊവൈഡ് ചെയ്ത് Zoom വഴി നിങ്ങൾ സംഭവങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്ഡ് കണ്ടീഷനിൽ നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ആവാതെ എക്സാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് June 1-നാണ് എക്സാം. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് കംപ്ലീറ്റ് തീർക്കുന്ന രീതിയിലാണെന്നുള്ളതാണ്. ഒഫീഷ്യൽ ഡേറ്റ് എന്നാ അറിയില്ല കേട്ടോ. കോവിഡും സിറ്റുവേഷൻ കണ്ടീഷനൊക്കെ കഴിഞ്ഞിട്ട് ഡേറ്റ് പറയാൻ പറ്റുള്ളൂ, ദൈവത്തിനെ അറിയുള്ളൂ. നമ്മൾ June 1-നാണ്. എന്നിട്ട് June 1-ന് നമ്മൾ ഒഫീഷ്യൽ എക്സാം നടത്തും. ഒഫീഷ്യലി എക്സാം നടന്നിട്ടില്ലെങ്കിലോ
എയ്ഫർ എക്സാം നടത്തിയിട്ട് ARF എന്ന് പറയുന്ന ഒരു എയ്ഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു പേയ്മെന്റ്, ഓക്കെ, ഒരു മിനിമം 10,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ്. അതായത് കുട്ടികളുടെ മോട്ടിവേഷൻ നിലനിർത്താൻ എന്നുള്ള ഓപ്ഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ്ഡ് കണ്ടീഷൻ കൺസേൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ലിസണിങ് ഓഫീസർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ദിവസവും കറക്റ്റ് നിങ്ങൾക്ക് പണി കിട്ടും. രാവിലെ പണി തരും, വൈകുന്നേരം ആകുമ്പോഴത്തേനും പണി ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം, അത് ഗൂഗിൾ ടാസ്കിൽ അറിയിക്കണം. നാളേക്ക് പഠിക്കാനുള്ള നിർബന്ധമല്ല കേട്ടോ അതിലൊന്നും ജോയിൻ ചെയ്യാന്നുള്ളത്. ഒക്കെ നിങ്ങളൊരു ഫ്രീഡത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ ഐഫർ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. എക്സ്പ്ലനേഷൻ, അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട്. ഇനിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ലാതെ സ്ട്രെസ്ഡ് ആകുമ്പോൾ വെറുതെ ഇരുന്ന് തമാശ പറയാനും സ്റ്റാർട്ടറും മോട്ടറും എന്ന് പറഞ്ഞ 2 കഥാപാത്രങ്ങൾ ഐഫർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചളി അടിക്കുക എന്നുള്ളതാണ് പരിപാടി. ഓക്കെ, നമ്മൾ ഓൺലൈൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അങ്ങനെ സയന്റിഫിക് കുറെ ഉണ്ട് കേട്ടോ. അതല്ലാതെ ചളി പറയാൻ വേണ്ടിയിട്ട്, തമാശ പറയാൻ വേണ്ടിയിട്ട് വി ഹാവ് എ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ താല്പര്യമുള്ളവർ, ഏകദേശം ടൈമായി, ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. പലരും ഫീ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഈ കോഴ്സിന് ഫീ വരുന്നത് 6,000 ആണ്. 6,000 ആണ് ഫീ വരുന്നത്, ഈ കംപ്ലീറ്റ് ആസ്പെക്ട് എക്സാം ഒക്കെ. പക്ഷെ നമ്മളിപ്പം ഈ ഒരു കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു അടുത്ത എക്സ്റ്റൻഷൻ ഈ 2 മാസത്തിനാണ് എന്നുള്ളത് കൊണ്ടും ഒരു 33% റിഡക്ഷൻ ആയിട്ട് 4,000 ആണ് ഫീ വരുന്നത് കേട്ടോ. ഈ കംപ്ലീറ്റ് ക്ലാസ്സുകൾക്ക് ഡിസ്കഷന്, സംഭവങ്ങൾ, ടാബിള്, പ്രീവിയസ് ക്വസ്റ്റ്യന്, വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് ഡിസ്കഷന്, ഡിബേറ്റ്സ്, റിവിഷന് എല്ലാം ഉൾപ്പെടെ 4,000 ആണ് ഇപ്പൊ ഫീ വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പറിലോ ബാക്കിയുള്ള നമ്പറിലോ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേപ്പർ 2 കോഴ്സുകളും ഉണ്ട്, സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ് പോലെ ഉള്ളതുണ്ട്. പക്ഷെ പേപ്പർ 2 നമുക്ക് തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ റെക്കോർഡിങ്സും അതിന്റെ റിവിഷനും സംഭവങ്ങളൊക്കെയാണ്. 3,000 സംതിങ് ആണ് ഫീ വരിക. പക്ഷെ ഇപ്പം 20% അടുത്ത് GST ഒക്കെ പാടെ വരുന്നത് കൊണ്ട് വി ഹാവ് അറൌണ്ട് ദാറ്റ് എമൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സമയമായി, ഗോയിങ് ടു ദ ടോപ്പിക്. ഓക്കെ, 9:56 ആയി അല്ലെ? ഞാൻ പറഞ്ഞ 6 മിനിറ്റ് ആയി. 6 മിനിറ്റിൽ തന്നെ കളി നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, കളി നിർത്തുകയാണ്. ഫർദർ ഡൗട്ടുകൾ അവസാനം തീർക്കുക. പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ തുടങ്ങിയിട്ടില്ല, വർക്കിംഗേ ഉള്ളൂ. സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ് ഓക്കെ പോലെയുള്ള സോഷ്യൽ വർക്ക് ഒക്കെയാണ് ഉള്ളത്. ഇത്രയാണ് സംഭവങ്ങൾ ഉള്ളത്. സോ നമ്പറുകൾ ലാസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. 6 മിനിറ്റ് ആയി. കമ്മിങ് ടു ദ ടോപ്പിക്. ഓക്കെ, ബിയോണ്ട് ടൈം ഈസ് എ ഗ്രേറ്റ് തിങ് അല്ലേ? നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞ സമയത്ത് നിർത്തിയിരിക്കുന്നു. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ടോപ്പിക് ആണ്. ഫൈനൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫൈനൽ ടോപ്പിക് ആണ്. വി ഹാവ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അഗെയിൻ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ച്വൽ ആസ്പെക്റ്റുകളുണ്ട്. നമ്മൾ ദ ഹോൾ ടോപ്പിക് നമ്മൾ അസസ് ചെയ്യുമ്പോൾ, ദ ഹോൾ ടോപ്പിക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് സംഭവങ്ങൾ എന്നുള്ളതൊന്നും ഒരു ഇമ്പോർട്ടന്റ് അല്ല. അതായത് ഒരുപാട് കോൺസെപ്റ്റ് പഠിക്കാനൊന്നുമില്ല. അപ്പം പക്ഷെ കുറെ വായിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്, ഇപ്പം എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇ ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇ ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ അത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാക്കാം. പക്ഷെ അതിന് സമയം ഉണ്ടോ എന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കിയത് ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇതിലും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ ടോപ്പിക് ജസ്റ്റ് ഒന്ന് വായിക്കാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 1-2 ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി ഹാവ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. Then we have human and environment interaction. അതിന്റെ ഭാഗമായിട്ട് we have anthropogenic activities and their impacts on the environment. പിന്നെ നമുക്ക് environmental issues, local, regional, global, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ചെറുപ്പത്തിൽ തൊട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ? പക്ഷെ പഠിക്കാൻ ഇനിയും ഉണ്ട്, റിവൈസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് ഞാൻ അങ്ങ് ചോദിക്കുമ്പോൾ ഇറ്റായി ഡിസീസ് വെള്ളത്തിൽ ഏത് മിനറൽ ഉണ്ടായിട്ടാന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ അറിയും ചെയ്യും കേട്ടോ, അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു സംഭവമാണ്. അപ്പം കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റായി കാഡ്മിയാണ്, മെർക്കുറി മീനവാദയാണ്. സോ വി ഹാവ് ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ള ടോപ്പിക് ഉണ്ട്. Then we have global environmental efforts എന്നുള്ള ടോപ്പിക്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എനർജി വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഫേർട്സ് വരുന്നുണ്ട് അല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒറ്റൊരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി അവസാനമായിട്ട്
ഓക്കെ, അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടാണ്. ഓക്കെ, അതായത് ദ ഹോൾ എൻവയോൺമെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഗ്ലോബൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ എഫേർട്സ് എന്നുള്ളത്. ഗ്ലോബൽ എൻവയോൺമെന്റൽ കൺസർവേഷൻ എഫേർട്സ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഓക്കെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലോകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലോകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം ഞാൻ പറയാം, അതിന്റെ ഭാഗമായിട്ട് വരുന്നത് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എഫേർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് റിയോ സമ്മിറ്റ് എന്നുള്ളതാണ്. റിയോ സമ്മിറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫേർട്ട് റിയോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ 1992 ജൂണിൽ റിയോ ഡി ജനീറോ, ബ്രസീലിൽ. ശരിക്കും റിയോ സമ്മിറ്റിന്റെ സ്റ്റാർട്ട് വരുന്നത് 972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഒക്കെയാണ് സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു UN-ന്റെ കീഴിലുള്ള ഒരു എൻവയോൺമെന്റൽ എഫേർട്ട് കേട്ടോ. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് UN-ന്റെ കീഴിലുള്ള ആദ്യത്തെ ഒരു എൻവയോൺമെന്റൽ എഫേർട്ട് 1972 വരുന്നതാണ്. ഈ എൻവയോൺമെന്റൽ എഫേർട്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 5-നാണ് കോൺഫറൻസ്. അതുകൊണ്ടാണ് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി മാറിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കപ്പോട്ടെ. അപ്പം ഇതിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടു 1992 ജൂണിലാണ് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച്, ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് UNCD എന്നുള്ളൊരു മീറ്റിംഗ് നടക്കുന്നത്. ഇതിന്റെ ഔട്ട്കം എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഔട്ട്കം ബേസിക്കലി 2 ഡോക്യുമെന്റ് ആണ് ഒരു ഔട്ട്കം. 3 സംഭവങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന് 2 ഡോക്യുമെന്റ്. ഒന്ന് അജണ്ട 21. അജണ്ട 21 എന്ന് പറഞ്ഞാൽ അജണ്ട ഫോർ ദി 21st സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിൽ എൻവയോൺമെന്റ് പ്രിസർവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ഒന്നത്. 2 റിയോ ഡിക്ലറേഷൻ, റിയോ പ്രസ്താവന, അതും നിർബന്ധമായിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ റിയോ സമ്മിറ്റിന്റെ ഇനി ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ വ്യൂ പോയിന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്, റിയോ സമ്മിറ്റിന്റെ എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് വി ഹാവ് ദി റിയോ കൺവെൻഷൻ എന്നുള്ളത്. റിയോ സമ്മിറ്റിന്റെ എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് വി ഹാവ് ദ റിയോ കൺവെൻഷൻസ്. ഓക്കെ, വി ഹാവ് ദ റിയോ കൺവെൻഷൻ. റിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഈ ഒരു കൺവെൻഷനിൽ 3 കാര്യങ്ങളുമായിട്ട് ഡീല് ചെയ്യുന്ന സംഭവങ്ങളാണ്. റിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷൻ അല്ല കേട്ടോ. റിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 3 കൺവെൻഷൻസ് ആണ്. റിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 3 കൺവെൻഷൻസ് ആണ്. അതായത് 3 കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന കൺവെൻഷൻസ് ആണ് ഇതിൽ വരുന്നത്. 3 കാര്യങ്ങളുമായി ഡീൽ ചെയ്യുന്ന കൺവെൻഷൻ ആണ് ഇതിൽ വരുന്നത്. ഒന്ന് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി ഡീൽ ചെയ്യുന്ന കൺവെൻഷൻ, ദെൻ ക്ലൈമറ്റ് ചേഞ്ചുമായി ഡീൽ ചെയ്യുന്നു, ദെൻ ഡെസേർട്ടിഫിക്കേഷൻ ആയിട്ട്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട്, ഡെസേർട്ടിഫിക്കേഷൻ ആയി, ഇങ്ങനെയുള്ള 3 സംഭവങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന കൺവെൻഷനാണ്. ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ട് ഡീൽ ചെയ്യുന്ന കൺവെൻഷനെയാണ് നമ്മൾ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫാക്ച്വൽ ആണ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യവുമായിട്ട് ഡീൽ ചെയ്യുന്ന കൺവെൻഷനെയാണ് നമ്മൾ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, ഓക്കെ, കാലാവസ്ഥ വ്യതിയാനവുമായി ഡീൽ ചെയ്യുന്ന കൺവെൻഷനെയാണ് നമ്മൾ UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC എന്ന് പറയുന്നത്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമികളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് UN കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു ജൈവ വൈവിധ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന കൺവെൻഷൻ ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിമുകൾ കൺവെൻഷൻ, ഇപ്പം ആദ്യം തന്നെ മനസ്സിലാക്കാം, കൺവെൻഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ 2 ടേം നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, കൺവെൻഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ 2 ടേം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ജനറൽ അഗ്രിമെന്റ് ആണ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ അഗ്രിമെന്റ് ആണ്. ഒരു ജനറൽ അഗ്രിമെന്റ് ആണ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളെല്ലാവരും അങ്ങ് തീരുമാനിക്കുകയാണ്, നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്നു, JRF അടിക്കും, ഒക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് തീരുമാനിക്കുന്ന കൺവെൻഷനാണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ആയിട്ടുള്ള തീരുമാനത്തിന് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ലീഗലി ബൈൻഡിങ് ആയിട്ട് നിയമപ്രകാരമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് മാറ്റുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി
നമ്മളെല്ലാവരും നന്നായി പഠിക്കണം തീരുമാനിച്ചു. കൺവെൻഷനാണ്. അപ്പൊ ആ തീരുമാനിച്ച 100 ആളിൽ ഒരു 20 ആള് വേറെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നമ്മളിപ്പോ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ ഡിസ്കസ് ചെയ്യാം, എല്ലാ ദിവസവും ഇത്ര ആൾ ഇത്ര പഠിച്ചു വരണം, എന്നിട്ട് ചോദ്യം ചോദിക്കണം, കിട്ടാത്ത ആള് ജ്യൂസ് വാങ്ങി തരണം. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആക്കി നമ്മൾ വരുമല്ലോ, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആക്കി നമ്മൾ മാറ്റുമ്പോൾ, ഓക്കെ, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ, ഓക്കെ, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് പ്രോട്ടോകോൾ ഉണ്ടാവുക. കൺവെൻഷന്റെ ഭാഗമാവാൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും റെഡി ആയിക്കാറ് കേട്ടോ, കാരണം അതൊരു ജനറൽ അഗ്രിമെന്റ് ആണ്. ഓക്കെ, പക്ഷെ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഉണ്ടാവില്ല, കാരണം അതിൽ സൈൻ ചെയ്താൽ പിന്നെ പണി എടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. പ്രോട്ടോകോൾ ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് കൺവെൻഷൻ എന്ന് വെച്ചാൽ കൺവെൻഷന്റെ ഒരു ഔട്ട്കം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കൺവെൻഷനിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, കൺവെൻഷന്റെ ഒരു ചൈൽഡ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കൺവെൻഷന്റെ ഒരു ചൈൽഡ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രോട്ടോകോളിന്. ഓക്കെ, അപ്പം നമ്മളെ ഈ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള 2 പ്രോട്ടോകോൾ ആണ്, ഒന്ന് കാട്ടാഗന, ഒന്ന് നെഗോയ. കാട്ടാഗന, നെഗോയ കേട്ടോ. കാട്ടാഗന എന്ന് പറഞ്ഞാൽ കൊളംബിയയിലെ സ്ഥലമാണ്. കാട്ടാഗന എന്ന് പറഞ്ഞാൽ ബയോസേഫ്റ്റി. ഇപ്പൊ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഉണ്ടാവുമല്ലോ, BT ബ്രിഞ്ചാൾ, BT കോട്ടൺ, ഇങ്ങനെയുള്ള ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളുടെ ഉപയോഗം കൺട്രോൾ ചെയ്യാം, അത് സേഫ്റ്റി ആണെന്ന് ഉറപ്പുവരുത്തുക. ജൈവ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുള്ള സംഭവങ്ങൾ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുക, ഉറപ്പുവരുത്തുക, അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക, അത് ഹ്യൂമൻ ഹെൽത്തിനും ബാക്കിയുള്ളവർക്കും എൻവയോൺമെന്റിനും ഹാർംഫുൾ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ കാട്ടാഗന പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാട്ടാഗന പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് വെച്ചിട്ട് കച്ചവടം നടത്തുന്ന ലോകത്ത് ഒരുപാട് വലിയ രാജ്യങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മിയാമി ഗ്രൂപ്പ്. ഇവർ ഈ പ്രോട്ടോകോളിനെതിരാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അതായത് US, കാനഡ, ഓസ്ട്രേലിയ, അർജന്റീന, ചിലി, ഉറുഗ്വേ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഈ കൺവെൻഷനെതിരാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, കാട്ടാഗന പ്രോട്ടോകോള് ഡീൽ ചെയ്യുന്നത്, പ്രോട്ടോകോൾ എയിംസ് ടു സേഫ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ട്, യൂസ് ഓഫ് ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസം. ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ, ജനറ്റിക്കലി വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുള്ള ഓർഗാനിസത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താന്നുള്ളത്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് ഈ BT ബ്രിഞ്ചാൾ, BT സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ. അവർ അതിനെതിരാണ്. അതിനെയാണ് മിയാമി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നെഗോയ പ്രോട്ടോകോൾ. നെഗോയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. കാട്ടാഗന പ്രോട്ടോകോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം സേഫ്റ്റി ഉറപ്പുവരുത്തുക. കാട്ടാഗന ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. നെഗോയ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് എന്ന് ചോദിച്ചാല്, നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് കണ്ടൊരു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാറ്റന്റ് കൊണ്ടുള്ള മിസ്യൂസ് ഉണ്ടാവും. അതായത് കാലങ്ങളായിട്ട് ഇവിടെ ചിലപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, പുതിയൊരു അമേരിക്കൻ കമ്പനി വന്നിട്ട് അത് പാറ്റന്റ് ചെയ്യും. നിങ്ങൾ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ബസ്മതി പാറ്റന്റ് ചെയ്തു, തുളസി പാറ്റന്റ് ചെയ്തു, നീം പാറ്റന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ വാർത്തകൾ ടേമറിക് പാറ്റന്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, സയന്റിഫിക്കലി അവർക്ക് പാറ്റന്റ് ചെയ്യാം. കാരണം പാറ്റന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ സയന്റിഫിക് ഫോർമുലയാണ് പാറ്റന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, സിങ്കോണ എന്ന് പറഞ്ഞ ട്രീയുടെ ഉള്ളിലുള്ള ക്യുനിൻ എന്നുള്ള കെമിക്കൽ മലേറിയക്കെതിരെ പ്രവർത്തിക്കും. അപ്പൊ ഇത് പണ്ട് തൊട്ടേ ഇന്ത്യയിലെ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാടുമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ആദിവാസികൾ, അവരൊക്കെ വിശ്വസിച്ചിരുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു അത്ഭുത മാന്ത്രിക ശക്തിയുണ്ട്, ആത്മാവുണ്ട്, അതാണ് ക്യൂർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ കമ്പനികൾ വന്നിട്ട് അത് ക്യുനിൻ എന്നുള്ള കെമിക്കലാണ് ക്യൂർ ചെയ്യുന്നത് ചോദിച്ചിട്ട് ക്യുനിൻ ഉപയോഗിച്ചിട്ടുള്ള മരുന്നിന് പോലും പാറ്റന്റ് വാങ്ങും. പിന്നെ ഇവർക്ക് പോലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറെ കഥകളുണ്ട്, ടർമറിക്, തുളസി, നീമ്. അപ്പം അങ്ങനെ വന്നപ്പോൾ രാജ്യങ്ങളൊക്കെ ഒരുമിച്ചിട്ട് പറഞ്ഞു, ആദ്യം തൊട്ട് തന്നെ ഇത് കുറെ കാലങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്ന ആളുകൾക്കും അതിന്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യാനൊരു മെക്കാനിസം വേണം. അവർ സയന്റിഫിക് ആയിട്ട് അറിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നെഗോയ പ്രോട്ടോകോൾ വരുന്നത്. ഓക്കെ, നെഗോയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനറ്റിക് റിസോഴ്സുകളുടെയും ബാക്കിയുള്ളതിന്റെയും ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു ഉപയോഗത്തിന് എല്ലാവർക്കും അവകാശം കൊടുക്കണം. ഒരു കമ്പനി അതിന്റെ കെമിക്കൽ കണ്ടുപിടിച്ചു, ഒരു കമ്പനി അതിന്റെ സയൻസ് കണ്ടുപിടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ കമ്പനിക്ക് മാത്രമായിട്ട് അതിന്റെ അധികാരം കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയപ്പെടുന്ന തുളസി, നീം, ടെർമറിക് ഇങ്ങനെയുള്ള പല സംഭവങ്ങൾക്കും ഉണ്ടാക്കിയ പാറ്റന്റ് ഉണ്ടല്ലോ, ആ പാറ്റന്റ് ഒക്കെ ഇല്ലാണ്ടായി. ആ പാറ്റന്റ് ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ആ പാറ്റന്റ് ഒക്കെ റിവോക്ക് ചെയ്യപ്പെടുകയുണ്ടായി. ഓക്കെ, ആ പാറ്റന്റ് ഒക്കെ റിവോക്ക് ചെയ്യപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ്. നെഗോയ പ്രോട്ടോകോൾ
ഓൺ ആക്സസ് ആൻഡ് ജനറ്റിക് ഷെയറിംഗ്. സോ ഇതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് പ്രോട്ടോകോൾ. ഈ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എൻവയോൺമെന്റിലെ കൺവെൻഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് UNFCCC. അതിന്റെ എക്സ്പാൻഷൻ ഫുൾ ഫോം എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ ഫുൾ ഫോം എന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. UNFCCC. UNFCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് അതിന്റെ എക്സ്പാൻഷൻ എന്നുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കൺവെൻഷൻ. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കൺവെൻഷൻ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, UNFCCC ഇയർ ഏതാന്ന് ചോദിച്ചാൽ 1992 സൈൻ ചെയ്യുന്നു, 1994 കമ്മിങ് ടു ഫോഴ്സ് കേട്ടോ. 1994 കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് എയിം എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഹാംഫുൾ ഇമ്പാക്റ്റുകൾ, അതായത് കാലങ്ങളായിട്ട് ഇവിടെ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള മനുഷ്യനെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ വർഷവും കൺവെൻഷന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതില് 2019 വരെ നടന്നിട്ടുള്ളൂ. 2020 ബ്രിട്ടനിലായിരുന്നു. ബ്രിട്ടൻ തന്നെ നടന്നിട്ടില്ല, അതുകൊണ്ട് 2021 തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, കോവിഡ് ആയിട്ട് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഒന്നും നടക്കുന്നില്ലല്ലോ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ഓക്കെ, ഈ ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ വർഷവും മുമ്പത്തെ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജുകൾ. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള നോളജുകൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. Where is it? 1997 ക്യോട്ടോയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിലാണ് ഓക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്യോട്ടോ പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുറച്ച് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഫാക്ച്വൽ നോളജ് ഉണ്ട്, ഞാൻ ഓരോന്ന് എഴുതി തരാം കേട്ടോ. ഓക്കെ, കുറച്ച് ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, 1997 ക്യോട്ടോയിൽ വെച്ചിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2001 മറാക്കിഷ് എന്ന് പറയും, മൊറോക്കോയിലെ മറാക്കിഷിൽ വെച്ച് നടന്ന മീറ്റിംഗിലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1997 ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2001 മറാക്കേഷിൽ വെച്ച മീറ്റിംഗിലാണ്. 2001 മറാക്കേഷിലാണ് ഡീറ്റെയിൽസ് തീരുമാനിക്കുന്നത്. 2005 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്. അതായത് ഇത്ര രാജ്യങ്ങൾ സൈൻ ചെയ്താലൊക്കെ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആവും. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് 2005. ഇതിന് 2 കമ്മിറ്റ്മെന്റ് പീരിയഡ് ആണുള്ളത്. 2 കമ്മിറ്റ്മെന്റ് പീരിയഡ്. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ 2008 മുതൽ 2012 വരെയാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരിയഡ്. 2 കമ്മിറ്റ്മെന്റ് പീരിയഡ് ആണ്. ഒന്ന് 2008 മുതൽ 2012 വരെ. ഈ കമ്മിറ്റ്മെന്റ് പീരിയഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ ഈ കമ്മിറ്റ്മെന്റ് പീരിയഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ ഈ കമ്മിറ്റ്മെന്റ് പീരിയഡിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങള് അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് 5% കുറക്കണം. 5% റെഡ്യൂസ് ചെയ്യണം. അപ്പൊ 5% കുറക്കുക എന്ന് പറയുമ്പോൾ ഏത് വർഷത്തെ ലെവലിൽ നിന്ന് 5% കുറക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ. 1990 1990 ലെവലിൽ നിന്ന് 5% കുറക്കണം ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരിയഡ്. ഓക്കെ, 1990 ലെവലിൽ നിന്ന് 5% കുറക്കണം. ഇനി സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ 2013 തൊട്ടിട്ട് 20 വരെ എത്ര കുറക്കേണ്ടത്? 18% കുറക്കണം. ഏത് ലെവലില്? 1990 ലെവലിൽ തന്നെ. 1990 ലെവല്. സോ ഈ ഫാക്ച്വൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചോദിക്കാറുണ്ട് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരിയഡ് ഏത് ഇയർ ആണ്?
ഓക്കെ, ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഏത് ഇയർ ആണ്, സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഏത് ഇയർ ആണ്, ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ എത്ര ശതമാനമാണ് കുറക്കേണ്ടത്, സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ എത്ര ശതമാനമാണ് കുറക്കേണ്ടത്, ഏത് വർഷത്തിന്റെ ലെവലിലാണ് കുറക്കേണ്ടത് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഒന്ന് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇതിന്റെ ഭാഗമായിട്ടുള്ള 5 ടേമുകളുണ്ട്. ആ ടേമുകൾ കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് 5 ടേം ഉണ്ട്. അനെക്സ് 1, അനെക്സ് 2, നോൺ അനെക്സ് 1, അനെക്സ് എ, അനെക്സ് ബി. അതും ചോദിക്കുന്നതാണ് കേട്ടോ. അനെക്സ് 1 എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, നല്ലോണം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഈ നല്ലോണം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെയാണ് OECD രാജ്യങ്ങൾ, ജസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ EIT രാജ്യങ്ങൾ. അപ്പം അനെക്സ് 1 എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് മനസ്സിലാക്കാം. നല്ലോണം ഡെവലപ്ഡ് ആയിട്ടുള്ള OECD-കാരുണ്ട്, ജസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള EIT-കാരുണ്ട്. അതാണ് അനെക്സ് 1 രാജ്യങ്ങൾ. ഇനി അനെക്സ് 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുള്ള OECD രാജ്യങ്ങൾ മാത്രം. എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഈ അനെക്സ് 1 രാജ്യങ്ങൾ ഉണ്ടല്ലോ, നല്ലോണം ഡെവലപ്പ് ചെയ്തവരും ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളും, ഈ രാജ്യങ്ങളൊക്കെയാണ് നിർബന്ധമായിട്ട് 5%, 18% കുറയ്ക്കേണ്ടത്, ബാക്കിയുള്ള രാജ്യങ്ങളല്ല. അപ്പൊ എന്തിനാ ഈ അനെക്സ് 2? അനെക്സ് 2 എന്ന് പറഞ്ഞാൽ ഈ OECD-കാര് കുറക്കും വേണം, ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കും വേണം. നമ്മുടെ നാട്ടിൽ ചില 2 രീതിയിലുള്ള പണക്കാരെ നമുക്ക് പറയാം. നല്ല പണക്കാർ, ജസ്റ്റ് പണക്കാർ. നല്ല പണക്കാർ എന്ന് പറഞ്ഞാൽ ഓൾക്ക് അവരെ ആവശ്യത്തിനൊക്കെ പൈസ ഉണ്ട്, അത് കഴിഞ്ഞിട്ടും കുറെ പൈസ ബാക്കിയുണ്ട്. അപ്പൊ ബാക്കിയുള്ള പൈസ ഒരു ബാക്കിയുള്ളവരെ സഹായിക്കണം. ജസ്റ്റ് അല്ലെങ്കിൽ മോശമില്ലാത്ത പണക്കാരെന്ന് പറഞ്ഞാൽ ഓല ആവശ്യത്തിനൊക്കെ ഓൾക്ക് പൈസ ഉണ്ട്, വേറെ ആരും സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവരെ സഹായിക്കാൻ ഓലടുത്ത് പൈസ ഒന്നുമില്ല, ഓല ആവശ്യമൊക്കെ അടിപൊളിയായിട്ട് നടക്കാനുള്ള പൈസ ഉണ്ട്. അപ്പം അനെക്സ് 1 എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജസ്റ്റ് ഡെവലപ്ഡും നല്ലോണം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ കൂട്ടായ്മ അവർ കുറക്കണം. അനെക്സ് 2 എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ മാത്രം കൂട്ടായ്മ, അവർ കുറച്ചാൽ മാത്രം പോരാ, പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഫൈനാൻഷ്യൽ റിസോഴ്സ് കൊടുക്കും വേണം. ഇനി നോൺ അനെക്സ് 1 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ നോൺ അനെക്സ് 1 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവര് നിർബന്ധമായിട്ട് 5%, 18% കുറക്കൊന്നും വേണ്ട കേട്ടോ, അവരുടെ ഇഷ്ടത്തിന് കുറച്ചാൽ മതി. ഓക്കെ, അവരുടെ ഇഷ്ടത്തിന് കുറച്ചാൽ മതി എന്നുള്ളതാണ്. നെക്സ്റ്റ് അനെക്സ് എ. അനെക്സ് എ എന്ന് പറഞ്ഞാൽ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കീഴിൽ വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളത് എപ്പോഴും ചോദിക്കാം. 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഓക്കെ, 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഓക്കെ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നുള്ള ഈ 6 ഗ്യാസുകൾ. ഓക്കെ, ഈ 6 ഗ്യാസുകളാണ്. അതാണ് അനെക്സ് എ. അനെക്സ് ബി എന്ന് പറഞ്ഞാൽ അനെക്സ് 1 ഓരോരോ രാജ്യങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞല്ലോ, കുറക്കേണ്ട രാജ്യങ്ങൾ. അപ്പൊ ആ ഓരോരോ രാജ്യങ്ങൾക്കും വ്യത്യസ്ത എമൗണ്ട് അല്ല ഉണ്ടാവുക, 990 അല്ലേ ആ എമൗണ്ട് പറയും. ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം, കൺഫ്യൂസ്ഡ് ആവണ്ട. അനെക്സ് 1 എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, OECD-യുടെയും EIT-യുടെയും ജസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ കൂട്ടായ്മ, ഇവരാണ് നിർബന്ധമായിട്ട് കുറക്കേണ്ടവർ. OECD എന്ന ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയും, EIT എക്കണോമിക്സ് ഇൻ ട്രാൻസ്. അനെക്സ് 2 എന്ന് പറഞ്ഞാൽ ഈ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള OECD-കാരെ മാത്രമാണ് നമ്മൾ അനെക്സ് 2 എന്ന് പറയും. നോൺ അനെക്സ് 1 എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയാണ് നോൺ അനെക്സ് 1 എന്ന് പറയാം, ഡെവലപ്പിംഗ് രാജ്യങ്ങൾ. അനെക്സ് എ എന്ന് പറഞ്ഞാൽ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അല്ലെ. അനെക്സ് ബി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ വാല്യൂ. ഇപ്പൊ നമ്മൾ അനെക്സ് 1 ഈ രാജ്യങ്ങളൊക്കെ കുറക്കണം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഓരോ രാജ്യങ്ങൾക്ക് വേറെ വേറെ ലെവലല്ലേ. 5%, 990, അത് അമേരിക്കന്റെ ബ്രിട്ടന്റെ ഒക്കെ ഇതുണ്ടാവും. ഈ റിഡക്ഷൻ വാല്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത് അനെക്സ് ബിയിലാണ്. ഈ റിഡക്ഷൻ വാല്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത് അനെക്സ് ബിയിലാണ്. ഓക്കെ, അനെക്സ് ബിയിലാണ് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി ക്യോട്ടോ മെക്കാനിസം എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ചധികം 1/2 hour 45 minutes ഒക്കെ എടുക്കും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കവർ ചെയ്യുന്നില്ല. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്നൊക്കെ പറയും. സോ ഇത്ര കാര്യങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളതൊന്ന് പറയട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ളത്
ക്യോട്ടോ പ്രോട്ടോകോൾ, മരക്കേഷ് അക്കോർഡ്സ് 97 തുടങ്ങി, 2001 മരക്കേഷ് അക്കോർഡ്സ് 2005 ഫോഴ്സ്ഫുൾ ആയി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് 2 കമ്മിറ്റ്മെന്റ് പീരീഡ് ആണുള്ളത് അല്ലെ. കമ്മിറ്റ്മെന്റ് പീരീഡ് 2 കമ്മിറ്റ്മെന്റ് പീരീഡ് ആണ് നമുക്കുള്ളത്. കമ്മിറ്റ്മെന്റ് പീരീഡ് 1 ആൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് 2. 2 കമ്മിറ്റ്മെന്റ് പീരീഡ് ആണ് ഉള്ളത്. ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ 5% 1990 ലെവലില്, സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡിൽ 18% 1990 ലെവലില് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അനക്സ് 1, അനക്സ് 2, നോൺ അനക്സ് 1, അനക്സ് എ, അനക്സ് ബി. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു മിനി കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു മിനി കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ എത്രയാണുള്ളത്. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതുമല്ല, ഇറ്റ്സ് എ ലാസ്റ്റ് സെഷൻ, ഏതെങ്കിലും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ വേറെ എന്തെങ്കിലും കോൺസെപ്റ്റിൽ സംശയം ഉണ്ടെങ്കിലും ചോദിക്കട്ടോ. These annexes are a part of UNFCCC. UNFCCC കൺവെൻഷന്റെ കുട്ടിയായിട്ട് വരുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ആ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടുള്ളതാണ് വരുന്നത് കേട്ടോ. അപ്പം വിൽ ബി സ്റ്റാർട്ടിങ് ദ ലിവ് ലൈൻ കോഴ്സ് ടുമോറോ. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റും ഒക്കെ ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആ ഗവൺമെന്റ് പോളിസീസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എക്സാമുമായിട്ടോ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് മീ. വി ഹാവ് ടൈം. നമുക്ക് ടൈം ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. റെഫറൻസ് ബുക്ക് ഏതിനാണെന്നുള്ളതാണ്, സബ്ജക്റ്റിനനുസരിച്ച് മാറും. നിങ്ങൾ പേപ്പർ 1 ഒരുപാട് റെഫറൻസ് ബുക്ക് ഒന്നും വേണ്ട കേട്ടോ. സിലബസ് കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക. പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്യുക. So any more doubts regarding anything, any topics? ഏതെങ്കിലും ടോപ്പിക്സ് ആണ് എന്നുള്ളത്. Okay, so that's it. Thank you.